ജി സുധാകരൻ എന്ന മുതിർന്ന ഇടതുപക്ഷ നേതാവിൻ്റെ രാഷ്ട്രീയ ചുവടുമാറ്റവും സ്ഥാനാർത്ഥിത്വവും കൊണ്ട് വാർത്താ പ്രാധാന്യം നേടിയ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. 3 പ്രധാനപ്പെട്ട മുന്നണികളുടെയും സ്ഥാനാർത്ഥികളെ കണ്ട് ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷകൾ എന്താണെന്ന് ഷെക്കേന ന്യൂസിലൂടെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ MLAയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുമായ H. സലാം നമ്മളോടൊപ്പം ചേരുന്നു. സാർ, എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നത്? താങ്കളുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പ്രതീക്ഷകൾ ഞങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെൻറ് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഭാഗമായി അമ്പലപ്പുഴയിൽ വലിയ വികസന മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഈ 5 വർഷക്കാലത്തെ മാത്രം കണക്ക് ഞങ്ങൾ നോക്കിയാൽ 2000 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾ അമ്പലപ്പുഴയിൽ നടപ്പാക്കാൻ കഴിഞ്ഞു. നാടിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് വികസനം വളരെ പ്രധാനമാണ്. അത് കാലത്തിന് അനുയോജ്യമായി സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ മേഖലയിൽ വികസനം ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ജനാധിപത്യ സംവിധാനത്തിൽ ഞങ്ങളുടെയൊക്കെ ഒരു ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം 5 വർഷക്കാലം ഭംഗിയായി നിറവേറ്റാൻ കഴിഞ്ഞുവെന്ന ഒരു ആത്മവിശ്വാസമാണ് ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചും വ്യക്തിപരമായ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചുള്ള ഒരു കടുത്ത ആത്മവിശ്വാസം. അതാണ് എൻ്റെ അടിസ്ഥാനം. സാർ, നമുക്കറിയാം, ഇപ്പം ഭരണ അനുകൂല വികാരമെന്ന് പറഞ്ഞാലും ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാലും ഒരു MLAയും ആ മണ്ഡലത്തിലെ ജനങ്ങളുമായിട്ടുള്ളൊരു ബന്ധം തീർച്ചയായിട്ടും വോട്ടിനെ ബാധിക്കും. അപ്പം ഇവിടെ ദീർഘകാലം MLA ആയിരുന്ന ഒരു വ്യക്തി, അതും CPM ഒരുപാട് കാലം ഒരു മുതിർന്ന നേതാവായിരുന്ന വ്യക്തി താങ്കൾ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പം അതിനെങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? വ്യക്തിപരമായ വോട്ടൊരു ചെറിയ അളവ് മാത്രമേ ആർക്കും ഉണ്ടാവുള്ളൂ. ഞാനാണെങ്കിലും മറ്റു സ്ഥാനാർത്ഥിയാണെങ്കിലും അങ്ങനെ ഉണ്ടാവുള്ളൂ. രാഷ്ട്രീയ വോട്ട് പ്രധാനമാണ്. രാഷ്ട്രീയ വോട്ടാണ് ബേസ്. അത് LDFൻ്റെ ആണെങ്കിലും UDFൻ്റെ ആണെങ്കിലും രാഷ്ട്രീയ വോട്ടിന് ബേസ് വോട്ടുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും. ആ വോട്ടിന് പുറമേക്കാണ് വ്യക്തിപരമായ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്നത്. ആ വ്യക്തിപരമായ വോട്ടിൻ്റെ സ്വാധീനത്തിൽ സ്ഥാനാർത്ഥി വ്യക്തിത്വം വരും. നേരത്തെ ഞാൻ പറഞ്ഞ വികസനത്തിൻ്റെ ഒരു രീതികൾ വരും. ചിലപ്പോൾ ചില സ്ഥലത്തെല്ലാം ഒരു ജനങ്ങൾക്ക് ഒരുപാട് വർഷമായി നടപ്പാക്കാൻ അല്ലെ പ്രയാസമായി കിടന്ന റോഡ്, അതിപ്പോൾ MLA നിലയ്ക്ക് ഞാൻ നന്നാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ള ഒരു ചെറിയ വിഭാഗം ആളുകൾ രാഷ്ട്രീയത്തിന് അതീതമായി അത് നന്നായി ചെയ്തല്ലോ എന്ന് വെച്ച് വോട്ട് ചെയ്യുന്ന മനോഭാവം കുറച്ച് പേർക്കുണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് പൊതുവേ നമുക്ക് വരുന്നത്. അമ്പലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം വികസനത്തിന് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അത് ഒരു നിഷ്പക്ഷമായി തന്നെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. 5 വർഷക്കാലത്തെ MLA എന്ന നിലയ്ക്കുള്ള എൻ്റെ പ്രവർത്തനത്തിൽ ഒരാളെ കൊണ്ട് ഒരു മോശം പറയിപ്പിക്കാതെ പ്രവർത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരു ചെറിയ ആക്ഷേപം കേൾപ്പിച്ചിട്ടില്ല. സുതാര്യമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രദേശത്തേക്കും ഇപ്പോൾ MLA നിലയ്ക്ക് ഞാൻ ഫണ്ട് അലോട്ട് ചെയ്യപ്പെടുമ്പോൾ റോഡിനും മറ്റുമൊക്കെ ഫണ്ട് കൊടുക്കുമ്പോൾ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ വിവേചനം കാണിച്ചിട്ടില്ല. പൈസ കൊടുക്കുമ്പോൾ ആ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ ലെഫ്റ്റ് ആണോ അല്ലെങ്കിൽ കോൺഗ്രസ് ആണോ BJP ആണോ മറ്റു വല്ല പാർട്ടിയാണോ ഇങ്ങനെ നോക്കിയിട്ടേ ഇല്ല. അത് നിങ്ങൾ ഈ മണ്ഡലത്തിൽ പോയി നോക്കിയാൽ മനസ്സിലാവുക കാര്യം. എല്ലാ വിഭാഗം ആളുകൾക്കും എല്ലാ പ്രദേശങ്ങളിലേക്കും വികസനം എത്തിക്കാൻ ഒരു ഉത്തരവാദിത്വം പൊതുവേ ഞാൻ കാണിച്ചിട്ടുണ്ട്. 5 വർഷക്കാലത്തെ അനുഭവത്തിൽ UDFനോ BJPക്കോ മറ്റേതെങ്കിലും പാർട്ടികൾക്കോ MLA ഒരു മോശം കാണിച്ചു എന്ന് പറഞ്ഞൊരു സമരം പോലും ചെയ്യേണ്ടി വന്നിട്ടില്ല. അതാണ് 5 വർഷത്തെ ഈ മണ്ഡലത്തിൻ്റെ അനുഭവം. അത്രമാത്രം ജനങ്ങളോട് ചേർന്ന് നിൽക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. വളരെ സാധാരണമായൊരു കുടുംബത്തിൽ ജനിച്ചു വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സാധാരണക്കാരൻ്റെ ജീവിത പ്രയാസത്തിൻ്റെ കൂടെ എല്ലാ സമയത്തും രാപകൽ അവർക്ക് വേണ്ടി നിലകൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയ ആത്മവിശ്വാസം പകരുന്നൊരു കാര്യമാണ്. UDFനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നില്ല. അവർ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയല്ല ഞാൻ സ്വതന്ത്രമായി മത്സരിക്കുന്നു. ഞാൻ പ്രഖ്യാപിക്കുകയും UDF അവരുടെ സ്ഥാനാർത്ഥിയെ നിർത്താതെ എനിക്ക് പിന്തുണയ്ക്കുകയുമാണ് ചെയ്യുന്നത്. വളരെ പ്രോപ്പറായ പൊളിറ്റിക്കൽ കോറിലേഷൻ അതാണ്. ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. ജയിക്കാനുള്ള എല്ലാ സാധ്യതയും അതാണ് പറയാം. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സാറിൻ്റെ ഒരു പോരാട്ടം ഏത് രാഷ്ട്രീയത്തോടാണ്? എൻ്റെ പോരാട്ടം അഴിമതി രാഷ്ട്രീയത്തിനെതിരായിട്ടാണ്. പുതിയ തലമുറയെ ക്രിമിനലുകളാക്കി മാറ്റി അവരുടെ വളർച്ച തടഞ്ഞ് സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങളും സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങളും സ്ഥാനങ്ങളും ഉറപ്പിക്കുന്ന പൊളിറ്റിക്കൽ ക്രിമിനലിസത്തിനെതിരായിട്ട് കൂടിയാണ്. പിന്നെ അമ്പലപ്പുഴയുടെ ഇനി പൂർത്തീകരിക്കേണ്ട വികസനം പൂർത്തീകരിക്കുക. കഴിഞ്ഞ 5 വർഷം നഷ്ടപ്പെട്ടു പോയി. ഒന്നും നടന്നിട്ടില്ല.
2016-21 ഞാൻ കൊണ്ടുവന്ന പദ്ധതികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുകയോ അല്ലെങ്കിൽ അത് കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകുക അല്ലാതെ സമയബന്ധിതമായി അതൊന്നും പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടില്ല. ഇനിയും വലിയ 150-ലേറെ പദ്ധതികൾ ഇനിയും തുടങ്ങാൻ തന്നെ കിടക്കുകയാണ്. 5 വികസന വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടം നികത്തണം. തുടർന്ന് ഇനിയും പൂർത്തിയാക്കാനുള്ള എല്ലാ വികസന പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകണം. ഇതാണ് ലക്ഷ്യങ്ങൾ. ക്രിമിനൽ പൊളിറ്റിക്സ്, ക്രിമിനലൈസേഷൻ പൊളിറ്റിക്സ്, പൊളിറ്റിക്കൽ ക്രിമിനൽസിനെതിരെ, അഴിമതിക്കെതിരെ, നാടിൻ്റെ വികസനത്തിന് വേണ്ടി, ഇതാണ് ലക്ഷ്യം. തീർച്ചയായിട്ടും സാറിന് ഇത്രയൊരു നാളത്തെ ഈ മണ്ഡലത്തിലെ ഒരു പരിചയം, വ്യക്തിയുടെ അടുപ്പം, അതെല്ലാം സാറിന് വോട്ടാക്കി മാറ്റി വിജയത്തിലേക്ക് എത്താമെന്ന് പൂർണ്ണമായിട്ട് സാർ പ്രതീക്ഷിക്കും? അല്ല, പൂർണ്ണമായ പ്രതീക്ഷ ഉള്ളതുകൊണ്ടല്ല ഞാൻ സ്ഥാനാർത്ഥിയായത്. കോൺഗ്രസ് ഐയുടെ പിന്തുണയൊന്നും ഞാൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോഴില്ല. അവർ വളരെ ബുദ്ധിയായിട്ട് രാഷ്ട്രീയ ബുദ്ധി കാണിച്ച്, രാഷ്ട്രീയ ബുദ്ധിയാണ് അവർ കാണിച്ചത്. CPM നേതൃത്വം രാഷ്ട്രീയ ബുദ്ധിശൂന്യത കാണിച്ചു. കോൺഗ്രസ് നേതൃത്വം രാഷ്ട്രീയ ബുദ്ധി കാണിച്ചു, പൊളിറ്റിക്കൽ വിസ്ഡം എന്ന് പറയും. അവരെനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഒരാത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയാണ് എല്ലായിടത്തും. CPM, CPI തുടങ്ങിയ ഇടതുപക്ഷ പാർട്ടികളെല്ലാം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും കോൺഗ്രസിൻ്റെ കൂടെയാണ്. ഇന്ത്യ മുന്നണിയിലാണ്. ബംഗാളിൽ CPM ഉം കോൺഗ്രസും തമ്മിൽ ഐക്യമുന്നണിയാണ്. കഴിഞ്ഞ തവണയായാലും ഇത്തവണയും അസംബ്ലി ഇലക്ഷനിലാണ്. തമിഴ്നാട്ടിൽ DMKയുടെ മുന്നണിയിൽ കോൺഗ്രസും CPM ഉം CPI എല്ലാം ഉണ്ടല്ലോ. കേരളത്തിൽ മാത്രമേ ഇവിടെ 2 പാർട്ടിക്കും തുല്യ ബലമുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ബലമുള്ളതുകൊണ്ട് ആ ബലത്തിൽ പരസ്പരം മത്സരിക്കാം. ഈ ബലം എന്തെങ്കിലും കുറയുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യ മുന്നണി വരും. കാരണം BJPയെ നേരിടാൻ ഒറ്റയ്ക്ക് പറ്റത്തില്ല. ഇത് വരുമ്പോൾ ഇവിടെ ഇന്ത്യ മുന്നണി വരും. ഉടനെ വരുമെന്നല്ല, എന്തെങ്കിലും വന്നുകൂടായില്ല. ഇതെല്ലാം നമുക്ക് കാണണമെന്ന് ഞാൻ പറയാം. രാഷ്ട്രീയത്തിൽ, ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഒരവസാന വാക്കൊന്നും പറയാനൊക്കെ. കാരണം CPIM ഇന്ത്യയിലൊട്ടാകെ ക്ഷീണിച്ചു പോയില്ലേ. ബംഗാളും ത്രിപുരയിലും CPM ഉണ്ടെങ്കിൽ എത്ര 44 സീറ്റാണ് ആ 2 സ്റ്റേറ്റിലുണ്ടായിരുന്നത്. ത്രിപുരയിൽ 2 ഉള്ളൂ. 44 36 സീറ്റ് CPMനാണ്, ഇടതുപക്ഷത്തിലാണ്. ഇവിടെ നിന്നും കിട്ടും. അങ്ങനെ 62 സീറ്റ് വരെ ഉണ്ടായിരുന്നു 2004 UPA ഗവൺമെൻറ് കാലത്ത്. 64 ഇടതുപക്ഷം ഉണ്ടായിട്ട് പാർലമെൻറ്റിൽ, ഇന്ന് 6. മനസ്സിലായില്ലേ? അപ്പോൾ ഈ രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ നമ്മൾ കാണണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സെക്ടേറിയലിസം ഇല്ലാതെ വസ്തുതാടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായ കൂട്ടായ്മകൾ രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഈ തരത്തിലാണ്. സംസ്ഥാനത്തൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ട്. അറിയില്ല, അത് എനിക്കറിയില്ല. എല്ലാവരും പറയുന്നുണ്ടെന്ന്. അത് പ്രതിപക്ഷ പാർട്ടികൾ അത് പറയും. അവരാണത് പറയുന്നത്. അവർ പറയുന്നുണ്ട്. അതേപ്പറ്റി എനിക്കറിയില്ല. അല്ല, അമ്പലപ്പുഴയിൽ മാറിയ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ടും NDAക്ക് വലിയ സാധ്യതയാണിപ്പോൾ നമുക്ക് ആളുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അമ്പലപ്പുഴയിൽ CPMൽ നിന്നും ആ സ്ഥാനത്ത് നിന്നും മാറി ഇപ്പോൾ UDFൻ്റെ പിന്തുണയോടുകൂടി സ്വതന്ത്രനായി മത്സരിക്കുന്ന G. സുധാകരൻ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും CPMൻ്റെ മുഖമായി നിന്നുകൊണ്ട്, അധികാര പദവിയിലിരുന്നു കൊണ്ട്, MLA പദവിയിലിരുന്നു കൊണ്ട്, മന്ത്രി പദവിയിലിരുന്നു കൊണ്ട് CPMനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരാൾ ആ പാളയത്തിൽ നിന്നും കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം എന്താണെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത്. കാരണം മറ്റൊന്നുമല്ല, മരണം വരെ MLA ആയി അധികാരത്തിലിരിക്കണമെന്നുള്ള G. സുധാകരൻ്റെ അധികാര കൊതിയാണ് സ്വന്തം പാളയത്തിൽ നിന്നും, CPMൻ്റെ പാളയത്തിൽ നിന്നും ചാടി അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പാളയത്തിലെത്തിയിരിക്കുന്നത്. അതിന് സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ പൊതുസമൂഹം, അമ്പലപ്പുഴയുടെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ആ ചർച്ചയിൽ അധികാരക്കൊതി മൂത്തിരിക്കുന്ന ആളുകൾക്ക് തക്കതായ മറുപടി അമ്പലപ്പുഴയിലെ പൊതുസമൂഹം നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് NDAക്ക് അനുകൂലമായിട്ട് മാറും എന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ അമ്പലപ്പുഴ നിയോജകമണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ, ഒരു സൈഡിൽ തീരദേശവും മറ്റൊരു സൈഡിൽ പാടശേഖരം. ഇത് രണ്ടും ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു ജനതയാണ്. അപ്പം ഈ ഒരു ദേശീയ ജനാധിപത്യ സഖ്യം അവരെ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവരെ കാണുന്നത്? അല്ല, നിങ്ങളൊന്ന് പരിശോധിക്കുക. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ CPMൻ്റെ MLAമാരാണ് അമ്പലപ്പുഴയിലുള്ളത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ G. സുധാകരൻ വിജയിച്ച് MLA ആയി മന്ത്രിയായി മാറിയപ്പോഴും, നിലവിൽ CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള H. സലാം കഴിഞ്ഞ തവണ MLA ആയിരുന്നപ്പോഴും വാഗ്ദാനങ്ങൾ, പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി തീരദേശ ജനതയെയും കാർഷിക മേഖലയിലുള്ള സാധാരണ കൃഷിക്കാരെയും ഒക്കെ വഞ്ചിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ അമ്പലപ്പുഴ നിയോജകമണ്ഡലത്തിൻ്റെ കുട്ടനാടിൻ്റെ ഈ കരുമാടി പോലെയുള്ള അപ്പർ കുട്ടനാട് അടക്കമുള്ള സ്ഥലങ്ങളുള്ള ഒരു നിയോജകമണ്ഡലമാണ് അമ്പലപ്പുഴ നിയോജകമണ്ഡലം. ഇവിടെ തന്നെ നമ്മൾ ഈ അമ്പലപ്പുഴ നിയോജകമണ്ഡലത്തിൽ തന്നെ കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ കർഷകർ അനുഭവിച്ച ദുരിതത്തിന് കയ്യും കണക്കുമില്ല. കർഷക ആത്മഹത്യകൾ പോലും നടന്നിരിക്കുന്ന ഒരു മണ്ഡലമാണ് ഈ അമ്പലപ്പുഴ മണ്ഡലം. അതോടൊപ്പം തന്നെ തീരദേശത്തെ കാര്യം പറയുവാണെങ്കിൽ തീരദേശ ജനതയുടെ വിഷയങ്ങൾ പരിഹരിക്കുവാൻ കാലാകാലങ്ങളായിട്ട് മാറി വന്ന ഇരു മുന്നണികൾക്കും സാധിച്ചിട്ടില്ല. അത് ജി സുധാകരൻ MLA ആയിരുന്നപ്പോഴും സാധിച്ചിട്ടില്ല, എച്ച് സലാം MLA ആയിരുന്നപ്പോഴും സാധിച്ചിട്ടില്ല. പക്ഷേ ഇവരെല്ലാവരും ഇപ്പോഴും കഴിഞ്ഞ തവണത്തെ വാഗ്ദാനങ്ങൾ പോലെ തന്നെ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇവിടുത്തെ പൊതുസമൂഹത്തിന് നേരിട്ട് അറിയാവുന്നതാണ്. സ്വാഭാവികമായിട്ടും തീരദേശ ജനതയെ വഞ്ചിച്ച ഇതുപോലൊരു സർക്കാർ ഈ കഴിഞ്ഞ 7 പതിറ്റാണ്ടായിട്ട് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതിനുള്ള മറുപടി തീരദേശ ജനതയും അതോടൊപ്പം തന്നെ കർഷകരും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിൻ്റെ കോൺഗ്രസിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ജി സുധാകരനും നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 12 വർഷക്കാലമായിട്ട് രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിപ്ലവകരമായിട്ടുള്ള വികസനം, ക്ഷേമ പദ്ധതികൾ അതെല്ലാ കുടുംബങ്ങളിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. മോദി സർക്കാരിൻ്റെ വികസനം എത്താത്ത ഒരു മേഖലയിലുമില്ല, എല്ലാ മേഖലയിലും സമസ്ത മേഖലയിലും വികസനം കൊണ്ടുവരുന്നൊരു സർക്കാരായി, ഒരു ജനകീയ സർക്കാരായി കഴിഞ്ഞ 12 വർഷക്കാലമായിട്ട് നരേന്ദ്രമോദിയുടെ സർക്കാരിന് മാറുവാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് വികസനം മാത്രമാണ്. മാറാത്തത് മാറും, അമ്പലപ്പുഴ ഇനി വളരും എന്ന മുദ്രാവാക്യമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ എല്ലാ ക്ഷേമ പദ്ധതികളും അമ്പലപ്പുഴയിലെ മുഴുവൻ കുടുംബങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാരുടെ അടുക്കലേക്ക് ചെല്ലുന്നത്. ആ വോട്ടർമാർ നരേന്ദ്രമോദിയുടെ ഒരു വക്താവെന്ന രീതിയിൽ, NDAയുടെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എന്നെ നെഞ്ചോട് ചേർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. ദേശീയ ജനാധിപത്യ സഖ്യത്തെയും BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേരളത്തിൽ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം ഒരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്? അല്ല, നോക്കൂ, നമ്മൾ 2014 ശേഷം BJP കേരളത്തിൽ നടത്തിയിട്ടുള്ളൊരു മുന്നേറ്റം നമ്മളെല്ലാവരും ചർച്ച ചെയ്യേണ്ടതാണ്. ഇപ്പം ഇവിടെ ഇപ്പോൾ ആലപ്പുഴയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ 2014 BJP NDAക്ക് കിട്ടിയത് വെറും 43,000 വോട്ടായിരുന്നു. 2019 ആയപ്പോഴത്തേക്കും അത് 1,87,000 വോട്ടാക്കി വളർത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. 2024 ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ അത് 3 ലക്ഷം വോട്ടായി വർദ്ധിപ്പിക്കുവാനും സാധിച്ചു. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് പണ്ട് കാലത്തൊക്കെ ആലപ്പുഴ എന്ന് പറയുമ്പോൾ CPMൻ്റെ വിപ്ലവ മണ്ണ്, വിപ്ലവ ഭൂമി എന്നൊക്കെ വാഴ്ത്തിപ്പാടിയിരുന്ന സ്ഥലത്ത് നിന്നും ഇന്ന് NDAക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് എല്ലാ അസംബ്ലിയിലും ആലപ്പുഴയിൽ ജയിച്ചു കയറുവാനുള്ള സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ മേയർ BJPയുടേതാണ്, NDAയുടേതാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൽ ഇന്നിപ്പോൾ ഒരു സ്ഥലവും BJPക്ക് ജയിക്കാൻ സാധിക്കാത്തതായില്ല. എല്ലാ മണ്ഡലങ്ങളിലും BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ള പല പല ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു വന്നത് 2014 ശേഷം നരേന്ദ്രമോദി സർക്കാരിൻ്റെ വരവോടുകൂടി രാജ്യത്തുണ്ടായിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റം, സാധാരണക്കാരനെ ചേർത്ത് പിടിക്കുന്നൊരു സർക്കാരായി, ജനകീയ സർക്കാരായി മോദി സർക്കാർ മാറിയിട്ടുണ്ട്. അതെല്ലാ ജനങ്ങൾക്കും അറിവുള്ളതാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ കേരളത്തെ പിന്നോട്ടടിച്ചൊരു പതിറ്റാണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇടതുപക്ഷ സർക്കാരിൻ്റെ ദുർഭരണം, കഴിവുകെട്ടൊരു പ്രതിപക്ഷം, ഇതെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യും. ഇതെല്ലാം NDAക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂല ഘടകമായി മാറുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അമ്പലപ്പുഴയിലെ 3 സ്ഥാനാർത്ഥികളെയും നമ്മൾ കണ്ടപ്പോൾ 3 പേർക്കും പറയാനുള്ളത് അമ്പലപ്പുഴയുടെ വികസനവും വിജയപ്രതീക്ഷകളും തന്നെയാണ് പറയാനുള്ളത്. പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജി സുധാകരൻ എന്ന മുതിർന്ന നേതാവിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ് ഈ ഒരു മണ്ഡലം ഇപ്പോൾ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുന്നത്. അദ്ദേഹത്തെ നമ്മൾ കണ്ടപ്പോൾ അദ്ദേഹം ഇടതുപക്ഷത്തെ പൂർണ്ണമായിട്ട് തള്ളിപ്പറയുകയല്ല ചെയ്തത്, മറിച്ച് ഇടതുപക്ഷത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ ചില മൂല്യങ്ങൾക്ക് എതിരെയാണ് താൻ മത്സരിക്കുന്നത് എന്നാണ് പ്രത്യേകമായിട്ട് അദ്ദേഹം പറയുന്നത്. അതായത് അക്രമ രാഷ്ട്രീയത്തിനും അഴിമതിക്കുമെതിരായിട്ടാണ് താൻ മത്സരിക്കുന്നതെന്നും അതോടൊപ്പം അമ്പലപ്പുഴയുടെ കഴിഞ്ഞ 5 വർഷം മുടങ്ങിപ്പോയ വികസനത്തിന് വേണ്ടിയാണ് തൻ്റെ മത്സരമെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അമ്പലപ്പുഴയിലെ നിലവിലെ CPM MLA ആയ എച്ച് സലാം അദ്ദേഹത്തെ ജി സുധാകരൻ എന്ന മുതിർന്ന നേതാവിനെ യാതൊരു രീതിയിലും വ്യക്തിഹത്യ ചെയ്യുന്ന പരാമർശങ്ങളൊന്നും തന്നെ നമ്മളോട് നടത്തിയില്ല. നേരെ മറിച്ച് അദ്ദേഹം വികസനത്തെക്കുറിച്ച് തന്നെയാണ് നമ്മളോട് സംസാരിച്ചത്. അതായത് ജി സുധാകരൻ എന്ന മുതിർന്ന നേതാവിനോട് CPM ഒരു മിതത്വം പാലിക്കുന്നതും നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അതുപോലെ തന്നെ നമ്മൾ NDA സ്ഥാനാർത്ഥിയെ കണ്ടപ്പോഴും അദ്ദേഹം പറയുന്നത് വികസന പ്രശ്നങ്ങളാണ്. CPM MLAമാർ ഭരിച്ച പതിറ്റാണ്ടുകളായിട്ട് ഭരിക്കുന്ന അമ്പലപ്പുഴയിലെ വികസന മുരടിപ്പിനെ പറ്റിയും മറ്റുമാണ് അദ്ദേഹത്തിനും പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇവിടുത്തെ 3 സ്ഥാനാർത്ഥികളെ നമ്മൾ കണ്ടപ്പോൾ 3 പേരും വിജയപ്രതീക്ഷയാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ
അമ്പലപ്പുഴയിലെ ജനവിധി എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. ആലപ്പുഴയിൽ നിന്നും ക്യാമറാമാൻ നിതിൻ ആൻ്റണിക്കൊപ്പം ആൻ്റണി ടോം, ഷെക്കിന ന്യൂസ്.